എല്ലാം അറിയുന്നവൻ ഗൂഗിൾ എന്നാണ്. ഗൂഗിളിനോട് ചോദിച്ചതിന് ശേഷമേ ഒരു കാര്യത്തെപ്പറ്റി അഭിപ്രായം പറയാവൂ എന്നാണ്. അത്രയും ബുദ്ധിയുള്ള സംഭവമാണ് ഗൂഗിൾ. പക്ഷേ ഈ ഗൂഗിളും ഇഷ്ടം പോലെ വിഡ്ഢിത്തങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് നല്ല ബുദ്ധിയുള്ള ആളുകൾ ആന മണ്ടത്തരങ്ങൾ ചെയ്യുന്നത്. ഗൂഗിൾ ചെയ്ത കുറച്ച് ബ്ലെൻഡേഴ്സിനെ പറ്റി ഒന്ന് അറിഞ്ഞു വയ്ക്കാം, നമ്മുടെ കോൺഫിഡൻസ് ഒന്ന് കൂടാൻ ഉപകാരമാവും. 2013 ഗൂഗിൾ ഗ്ലാസ് എന്ന പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. സ്മാർട്ട് ഗ്ലാസസ് വിത്ത് AR. കണ്ണട വെച്ചാൽ മതി, നമ്മൾ കാണുന്ന അല്ലാത്ത വേറെ കുറേ കാര്യങ്ങളൂടെ കാണും. എന്താ സംഭവിച്ചതെന്നറിയോ? ഈ കണ്ണട വെച്ച ആളുകളെ റോട്ടിലും ഷോപ്പിംഗ് മാളിലും കയറ്റാതായി നാട്ടുകാർ. 2015 ആകുമ്പം ആ കമ്പനി പൂട്ടി. നഷ്ടം $900 മില്യൺ. അതിനുശേഷം അടുത്തൊരു സാധനം ഉണ്ടായിരുന്നു, ഗൂഗിൾ പ്ലസ്. നമ്മുടെ ഫേസ്ബുക്കിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ UX ആയിരുന്നു അതിന്. 2011 തുടങ്ങിയ സാധനം 2019 പൂട്ടി. നഷ്ടം വെറും നേരത്തെ പറഞ്ഞ $900 മില്യൺ. ഇവിടെയും നിന്നിട്ടില്ല കേട്ടോ. 2014 ഗൂഗിൾ പോയിട്ട് മോട്ടോറോള കമ്പനി അങ്ങോട്ട് മേടിക്കണത്. എന്നിട്ട് മൊബൈൽ ഹാർഡ്വെയറിലേക്കൊക്കെ ഇറങ്ങാനായിരുന്നു പരിപാടി. ഫോൺ ഇറക്കി, പൊട്ടി, 8 നിലയിൽ പൊട്ടി. എന്നിട്ട് ഇതേ കമ്പനിയെ, അതായത് $12,500 മില്യൺ വാങ്ങിച്ച മോട്ടോറോള കമ്പനിയെ ഗൂഗിൾ ലെനോവോയ്ക്ക് വിറ്റു $3,000 മില്യൺ. നഷ്ടം എത്രയാണ്? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ, $9,500 മില്യൺ. നിങ്ങൾ ഞാനുമല്ല, ഗൂഗിളാണ് ചെയ്തത്. ഗൂഗിൾ സ്റ്റേഡിയ എന്ന് പറഞ്ഞൊരു സാധനം 2019 തുടങ്ങിയിട്ട് 2023 ക്ലോസ് ചെയ്തത്. സോണിയുടെ പ്ലേ സ്റ്റേഷനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആളുകൾ വാങ്ങിച്ചില്ല. എത്രയാ നഷ്ടം എന്നുള്ളത് ഗൂഗിൾ കണക്ക് കൂട്ടി കഴിഞ്ഞിട്ടില്ല. വേറെയും ഇഷ്ടം പോലെ ഗൂഗിളിൻ്റെ കേസസ് തന്നെ. ഇതെന്താ നമ്മളോട് പറയുന്നത്? ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് എക്സ്പെർട്ടൈസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മറ്റൊരു ഫീൽഡിൽ നിങ്ങൾ സക്സസ് ആയിക്കൊള്ളണമെന്നില്ല. ഇന്നൊവേഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം സക്സസ്ഫുൾ ആയിക്കൊള്ളണമെന്നില്ല. ക്യാമ്പയിൻ നടത്താൻ, മാർക്കറ്റ് ചെയ്യാൻ ഗൂഗിളിനോളം കപ്പാസിറ്റിയുള്ള ഒരു കമ്പനിയും ഭൂലോകത്തില്ല. മാർക്കറ്റ് ചെയ്യാൻ, ക്യാമ്പയിൻ ചെയ്യാനുള്ള ഗംഭീര ടൂൾസ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു സാധനം സക്സസ്ഫുൾ ആയിക്കൊള്ളണമെന്നില്ല. പമ്പ് ചെയ്യാൻ കാശുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു സാധനം സക്സസ് ആയിക്കൊള്ളണമെന്ന് ഇല്ല. വേറെന്തോ ഒന്ന് കൂടെയാണ്, അഥവാ വേറെ എന്തോ ഒന്നാണ് സക്സസ് ഫോർമുല എന്ന് പറയുന്നത്. 9 out of 10 സ്റ്റാർട്ടപ്സ് ഫെയിൽ എന്നാണ്. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ 9 out of 10 ഐഡിയാസ് ആർ ക്രാപ്പ്. 9 out of 10. ഇങ്ങനെ ഒരു രസകരമായ കാര്യമുണ്ട് കേട്ടോ. 10-9 ക്രാപ്പാണെന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. അത് പറയാം നമുക്ക് അടുത്ത ദിവസം.